ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എൻജൂസ് ഓൺ. അപ്പോൾ നമ്മളെ സെപ്റ്റംബർ മാസത്തെ എക്സാം കലണ്ടർ വന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ പോസ്റ്റിലേക്കാണ് വിളിച്ചേക്കുന്നത്, സോറി, ഏതൊക്കെ പോസ്റ്റിലേക്കാണ് കൺഫർമേഷൻ കൊടുക്കാൻ വന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്താണ് എക്സാമിന്റെ സിലബസ് എന്നും അതേപോലെ എത്ര പേര് അപ്ലൈ ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അതിലിപ്പോൾ മിലിറ്ററീഷ്യൻ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിലേക്ക് വിവിധ ജില്ലകളിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പാലക്കാടേക്കുള്ളത് നോക്കുവാണെന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ 26-നാണ് എക്സാം. ഓക്കെ, സെപ്റ്റംബർ 26-നാണ് എക്സാം. സെപ്റ്റംബർ 12 തൊട്ട് നിങ്ങൾക്ക് എന്താ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കേണ്ടത് ഇന്ന് തൊട്ട് 12-ാം തീയതി വരെ എന്താ നിങ്ങൾക്ക് അവിടെ കൺഫർമേഷൻ കൊടുക്കാം. ഓക്കെ, അപ്പോൾ 3684 പേരാണ് അപ്ലൈ ചെയ്തേക്കുന്നത്. 90 മിനിറ്റ്സ് 100 ക്വസ്റ്റ്യൻ ആണ് വരുന്നുണ്ടാവുക. മലപ്പുറം ഡിസ്ട്രിക്റ്റിലേക്കാണെന്നുണ്ടെങ്കിലോ 2543 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതേപോലെ കണ്ണൂരേക്കാണെങ്കിലോ 1499 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ഇലക്ട്രീഷ്യൻ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റിനാണ് ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിലേക്ക്. സ്റ്റേറ്റ് വൈഡ് ആണ്, സെയിം കോമൺ എക്സാം ആണ് പറഞ്ഞല്ലോ. 5576 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ലൈൻമാൻ വിവിധ ജില്ലകളിലേക്ക് പത്തനംതിട്ടയിലേക്ക് 3181 പേര് അപ്ലൈ ചെയ്തു. വയനാട്ടിലേക്ക് 2137 പേര് അപ്ലൈ ചെയ്തു. കാസർഗോഡേക്ക് വെറും 823 പേര് മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. അതേപോലെ ഇലക്ട്രീഷ്യൻ കം മെക്കാനിക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരള സ്റ്റേറ്റ് പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് അതും 26-ാം തീയതിയാണ് എക്സാം. 1694 പേരാണ് എന്ത് അപ്ലൈ ചെയ്തേക്കുന്നത്. അതേപോലെ ഇലക്ട്രീഷ്യൻ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ്, എറണാകുളം ഡിസ്ട്രിക്റ്റിലേക്കാണ്. സെയിം 26-നാണ് എക്സാം ഡേറ്റ്. 7438 പേരാണ് എന്ത് ചെയ്തേക്കുന്നത് അപ്ലൈ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് എന്ത് ചെയ്തേക്കുന്നത് കോമൺ എക്സാമിൽ പെടുന്നത്. ഓക്കെ, സോറി, 81 തൊട്ടിട്ട് 89 വരെ കേട്ടോ. 81 തൊട്ട് 89 വരെയാണ് കോമൺ എക്സാം. 81 തൊട്ട് 89 വരെയാണ് കോമൺ എക്സാം. അപ്പോ ഇത്രയും അപ്ലിക്കൻസ് ആണ് ഉള്ളത്. ഇനിയിപ്പോ കൺഫർമേഷൻ കൊടുക്കുമ്പോൾ ഇത് സ്വാഭാവികമായിട്ടും നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യാം കുറയാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോ സിലബസിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നടന്ന സെയിം ഇലക്ട്രീഷ്യന്റെ ഒക്കെ സെയിം സിലബസ് തന്നെയാണ്, ലൈൻമാന്റെ ഒക്കെ സെയിം സിലബസ് തന്നെയാണ്. അതിലൊരു ചേഞ്ചും ഇല്ല. ബേസിക് ഇലക്ട്രിസിറ്റി ഒന്നാമത്തെ മൊഡ്യൂൾ, രണ്ടാമത്തെ മൊഡ്യൂൾ ഓംസ് ലോ, മൂന്നാമത്തെ മൊഡ്യൂൾ മാഗ്നറ്റിസം, നാലാമത്തെ മൊഡ്യൂള് ആൾട്ടർനേറ്റിംഗ് കറന്റ് ആൻഡ് എർത്തിങ്, അഞ്ചാമത്തെ മൊഡ്യൂള് ഡി സി മെഷീൻസ്, ആറാമത്തെ മൊഡ്യൂൾ എ സി മോട്ടോഴ്സ്, സിംഗിൾ ആൻഡ് ത്രീ ഫേസ് മോട്ടോഴ്സ്, പിന്നെ ഏഴാമത്തെ മൊഡ്യൂൾ ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് ട്രാൻസ്ഫോമേഴ്സ്, മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് ട്രാൻസ്ഫോമേഴ്സ്, എട്ടാമത്തെ മൊഡ്യൂൾ ഇലുമിനേഷൻ ബേസിക് ഇലക്ട്രോണിക്സ്, ഒൻപതാമത്തെ മൊഡ്യൂൾ ജനറേഷൻ, പത്താമത്തെ മൊഡ്യൂൾ ട്രാൻസ്മിഷൻ. ഓക്കെ, സെയിം സിലബസ് തന്നെയാണ്. കഴിഞ്ഞ വർഷമൊക്കെ നമ്മുടെ സ്കിൽ ടെസ്റ്റിനൊക്കെ സെയിം സിലബസ് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോ ഇത്രയേ ഉള്ളൂ. അപ്പോ എല്ലാവരും ഞാൻ മാക്സിമം എഫേർട്ടും കാര്യങ്ങളൊക്കെ എടുക്കുക. അപ്പൊ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.